പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതുവിന്റെ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് രാധികാമ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന രാധികാമ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ണൻ ഇപ്പോൾ അവളുടെ കൂടെയാണ് നിൽക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നുമില്ല. അവളെ ഒതുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തൽക്കാലത്തേക്ക് കുറച്ച് സമയം ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വരുണിനെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ഗീതുവിനോട് വളരെയധികം സ്നേഹം കാണിച്ച് മുന്നിലേക്ക് പോകുന്ന ഗോവിന്ദ്, ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് രാധികാമ്മയെ ഞെട്ടിച്ചുകൊണ്ട് വിജയലക്ഷ്മി അമ്മ വീണ്ടും വീട്ടിലേക്ക് വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഒട്ടും ഇഷ്ടമാകുന്നില്ല ഗോവിന്ദിന് ഈ വരവ്. എങ്കിലും തനിക്ക് ഗീതുവിനെ കാണണമെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വിജയലക്ഷ്മി അമ്മ ഇതേ തുടർന്ന് തന്നെ തടയാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗീതുവിനെ ചെന്ന് കണ്ട് എങ്ങനെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്ന വിജയലക്ഷ്മി അമ്മ, ഞാൻ നിനക്ക് വേണ്ടി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുകയും ഇനി എന്തായാലും വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് ഗീതു എൻ്റെ കൂടെ ഗോവിന്ദുണ്ട് എന്ന് ഗീതു അറിയിച്ചിരിക്കുകയാണ്. ഗോവിന്ദ് നിന്റെ കാര്യങ്ങൾ നന്നായി നോക്കും എന്നുള്ള കാര്യം എനിക്കും അറിയാമെന്ന് വ്യക്തമാക്കുന്ന വിജയലക്ഷ്മി അമ്മ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എങ്കിൽ തുറന്നു പറയാൻ മടിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ഗീതുവിനെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. വരുണിന്റെ ഭാര്യയും താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഈ കാര്യം വരുണിനെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു. പക്ഷേ വരുണിനെ യാതൊരു വിധത്തിലുമുള്ള സന്തോഷമുണ്ടാകുന്നില്ല. വരുൺ ആ കാര്യങ്ങൾ അങ്ങനെയാണോ എന്നാ ശരി എന്നുള്ള മട്ടിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഒട്ടും ശ്രദ്ധ തനിക്ക് തരുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് വരുണിന്റെ ഭാര്യയെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുകയാണ്. ഇത് കാണാനിടയാവുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് ഗോവിന്ദ് ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് വരികയും യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിന്റെ ഏട്ടനായ ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്? അവൻ നിന്റെ കാര്യങ്ങൾ നോക്കാൻ കൂടെ നിൽക്കുന്നില്ല എങ്കിൽ ഞാൻ ഉണ്ടാകും കൂടെ എന്നുള്ള ഉറപ്പ് നൽകുന്ന ഗോവിന്ദ് യാതൊരു വിധത്തിലും മോള് പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഗോവിന്ദിന്റെ ഈ വാക്ക് കേൾക്കുന്നത് വളരെയധികം കോൺഫിഡൻസ് ആണ് അവൾക്ക് നൽകുന്നത്. ഇതേ തുടർന്നാണ് രാധികാമ്മ ഈ വിവരം അറിയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.